സിനിമ നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല റൊമാൻറ്റിക് മൂവിയാണ്. അതിൻ്റെ അത് പാട്ടുകളാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല കുറേ സോങ്സ് ഉണ്ട്. കൂടുതലും ചെറുപ്പക്കാർക്കും കുടുംബങ്ങൾക്കും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് എൻ്റെ നായകനും നായികയും. സൗരവ് എന്നാണ് നായകൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ തമിഴിൽ നിന്നുള്ളൊരു നല്ല ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു നടനുണ്ട്. പിന്നെ രജിത് കുമാർ സാറ്, ലതാദാസ്, കൃഷ്ണകുമാർ, എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് എനിക്കും ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം. നല്ല കുറേ നല്ല റൊമാൻറ്റിക് സോങ്സ് ഉള്ള നല്ലൊരു അടിപൊളി സിനിമ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അമ്പിളി സജി. ഞാൻ ഈ സിനിമയിൽ ആലി സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനും അതുപോലെ തന്നെ നല്ല മേക്കിങ്ങും ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ലൊക്കേഷൻ ഒക്കെ നല്ല അടിപൊളി ലൊക്കേഷൻസ് നല്ലായിരുന്നു. എന്നാലും എൻഡിങ് കുറച്ചും കൂടെ എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്. പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോട്ടോ എനിക്ക്. ഓക്കെ, വളരെ നല്ലൊരു മൂവിയായിരുന്നു. അതായത് ശരിക്കും നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര മനോഹരമായിട്ടുള്ള ആ ഒരു എല്ലാം എടുത്തിരിക്കുന്നതും മേക്കിംഗ് ആണ് ഏറ്റവും നന്നായിട്ട് പറയാനുള്ള. ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. മറ്റൊരു ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് തന്നെയാണ്. ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല നമ്മുടെ കൃഷ്ണ മാം എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണുക. എന്താ പറയുക, എന്താ വെച്ചാൽ ആലി എന്ന് പറയുന്ന സിനിമ അതിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം 8 സോങ് അതുപോലെ തന്നെ നല്ല പ്രണയം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. രജിത് കുമാർ സാറാണ് എനിക്കൊരു അവസരം തന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ 2-3 പടങ്ങൾ അടുപ്പിച്ചിറങ്ങിയതിലൂടെ ഒരു സിനിമയും കൂടി ഇറങ്ങി, 20 സിനിമ കൂടി ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് തികച്ചും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഒന്നാമത്തെ നമ്മൾ പ്രണയം, അതിലുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ, ക്ലൈമാക്സ് ഒക്കെ വളരെയധികം വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. രജിത് സാറാണ് പങ്കിടാൻ സാധിച്ചു. കാരണം പുള്ളിയുടെ കൂടെ ഞാനൊരു 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാഞ്ചാലി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഇതിന് മുൻപ് ഇറങ്ങിയ ഒരു സ്വപ്നസുന്ദരി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു കോമഡി ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒരു അവസരം തന്നാൽ. ഇതൊരു അമേരിക്കക്കാരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. എന്നോട് ഇംഗ്ലീഷ് അറിയുമെന്ന് ആദ്യം ചോദിച്ച പുള്ളി. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് വല്ലാതൊന്നും അറിയില്ല. അപ്പോൾ ആന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, പോയി. നമ്മൾ സിനിമ കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാം അറിയുമെന്ന് പറഞ്ഞ് പോവുക, എന്നാലേ ആ ഒരു വേഷം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഒരു വേഷം കിട്ടൂല. രജിത് കുമാർ സാറിന് ഒരു പേരുണ്ടായിരുന്നു ഞാൻ കൊളാക്കുമെന്നുള്ള. അപ്പോൾ കുഴപ്പമില്ല, ഡബിങ് വേറെ ആളെ ചെയ്തിട്ടുള്ളത് ഞാനല്ല. എന്തായാലും സന്തോഷം. താങ്ക് യു. ആലി കണ്ടു. നല്ലൊരു ഫാമിലി മൂവിയാണ്. ഇതിലെ കൃഷ്ണപ്രസാദ് ഏട്ടൻ, പിന്നെ നമ്മുടെ രജിത് ഏട്ടൻ, എല്ലാ പെർഫോമൻസ് ഗംഭീരമാണ്. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഫ്രഷ്നസ് ഒന്നുമില്ല. പിന്നെ കൃഷ്ണ ചേച്ചി നല്ല ഇതിൽ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അനൂപേട്ടനെ വെച്ച് കഴിഞ്ഞ നാളും പടം ചെയ്തതാണ്. അതിനുശേഷം ഇത് സെക്കൻഡ് മൂവിയാണ് തോന്നുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ആലി എന്ന് പറഞ്ഞൊരു എന്താ പറയുക, മ്യൂസിക് ടച്ചുള്ള സിനിമയാണ്. ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ഇഷ്ടപ്പെടാത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, സെക്സ് എന്താന്ന്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുട്ടി കൊണ്ട് ചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് തോന്നുന്നു. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ പടം എനിക്ക് ഇഷ്ടപ്പെട്ട ഓവറോൾ. ഇതില് സെന്റിമെന്റൽ ഡ്രാമയാണ്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മേക്കിയിരിക്കുന്നത്. ഇതിലെ ഹോട്ട് സീൻ ആണെങ്കിലും റൊമാൻസ് സീൻ ആണെങ്കിലും നല്ല ഇത് ചെയ്തിട്ടുണ്ട്. റൈത്തറിന്റെ ആക്ടിങ് ഒട്ടുമിക്ക പടങ്ങളിൽ നിന്നും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആണ്. ഒരു വല്യച്ഛൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മേക്ക് ഓവർ ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും റൈത്തറിന് നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് എന്തായാലും ഡയറക്ടർ നല്ല ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. ആലി മൂവി കണ്ടു, നന്നായിരുന്നു. പ്രത്യേകിച്ച് ഫീമെയിൽ ഡയറക്ടർ ആയതുകൊണ്ട് എൻ്റെ ഫുൾ സപ്പോർട്ട്. ഇനി കൊമേഴ്ഷ്യൽ മൂവീസ് സ്ത്രീകൾ ഡയറക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. സ്ക്രിപ്റ്റും പുള്ളിക്കാരി തന്നെ, അപ്പം നന്നായിട്ട് ചെയ്തു. ഇനിയും ഒരുപാട് ഫീമെയിൽ ഡയറക്ടേഴ്സ് മലയാളത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊമേഴ്ഷ്യൽ ഫീൽഡിലും കൂടെ, അതായത് ഇപ്പം ഒരുപാട് മൂവീസ് ഫീമെയിൽസ് ഉണ്ട്, അത് പക്ഷേ കൂടുതലും ആർട്ട് ഫിലിംസ് അല്ലെങ്കിൽ അവാർഡ് ഫിലിംസിന്റെ സൈഡിലേക്കാണ് അവര് മിക്കവാറും ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ട് അപ്പൊ ഗീതു മോഹൻദാസ് എന്തായാലും
ചെയ്യുന്നുണ്ട്. അവന് മലയാളത്തിലും കൂടി കൊമേഴ്ഷ്യൽ മൂവീസ് ഇനി ഫീമെയിൽ ഡയറക്ടേഴ്സ് ചെയ്യട്ടെ. സ്ക്രിപ്റ്റും നന്നായിട്ടുണ്ടായിരുന്നു. ഈ മൂവിയിലെ സോങ്സ് എനിക്ക് എടുത്തു പറയണം. ആലി മൂവിയിലെ സോങ്സ് ഒക്കെ ഗംഭീരായിരുന്നു. ആലി എന്ന് പറഞ്ഞ സോങ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ, നല്ല സോങ്ങാണ്. എല്ലാം മെലഡി സോങ്സ് ആണ്. ഇപ്പൊ ഒരുപാട് സാഡ് സോങ്സ്, അങ്ങനെ ആ ഒരു രീതിയിലുള്ള സോങ്സ് ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ ഈ മൂവിയിൽ അങ്ങനെ 2 സോങ്സ് ഉണ്ട്. പിന്നെ ആക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തു. റൊമാൻറ്റിക് മൂവിയാണ്. റൊമാൻറ്റിക് മൂവി തിയേറ്ററിൽ ഒരു ക്രിഞ്ച് ഇല്ലാതെ കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യം. എല്ലാവരും പറയും റോം കോംസ് ഒക്കെ ഭയങ്കര, ഇത് റോം കോം അല്ല, ബട്ട് റൊമാൻറ്റിക് മൂവിയാണ്. അപ്പൊ റോം കോംസ് ഒക്കെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്രിഞ്ച് ഇല്ലാതെ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ ഡബിങ്ങും എഡിറ്റിങ്ങും ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഇതൊരു തമിഴ് മലയാളം മിക്സ് മൂവി ആയതുകൊണ്ട് സബ് ടൈറ്റിൽസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. പുള്ളി ഏറ്റവും ബെസ്റ്റ് ആക്ടർ. നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻഡിൽ ഒരു ട്വിസ്റ്റും കൊണ്ടുവന്നു. പുള്ളിക്ക് ഇപ്പം എന്താ, നമ്മൾ ആക്ടിങ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡയറക്ടറിന് പണി പറയും.